ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷ നീക്കം. ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകും. ഇന്ത്യ സഖ്യത്തിൽ ഇക്കാര്യത്തിൽ ധാരണയായിരിക്കുന്നു. പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിക്കുകയാണ്. പിയാസിലുണ്ട് ഈ സുപ്രധാന വാർത്തയുടെ വിശദാംശങ്ങളുമായി സുനിൽ. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം അതൊരു രാഷ്ട്രീയ വാർത്താ സമ്മേളനമാണ് എന്ന പ്രതികരണം ഇതിനകം പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊരു കമ്മീഷൻ വേണ്ട എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തുകയാണോ? എന്താണ് നീക്കം? തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ കയ്യിലെ ചട്ടുകമാകുന്നുവെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായി ആരോപിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ, ഒരു നിലപാടിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എത്തുകയാണ്. അതിനായി ലോക്സഭയിലും രാജ്യസഭയിലും ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാനുള്ള നീക്കം ഇപ്പോൾ പ്രതിപക്ഷം നടത്തുകയാണ്. രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. BJPക്ക് വേണ്ടി, കേന്ദ്ര സർക്കാരിന് വേണ്ടി രാഷ്ട്രീയം നോക്കി മാത്രം ഇടപെടുന്ന ഒരു കമ്മീഷനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുകയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് കൊണ്ടുവന്നുകൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിനാണ് ഏതായാലും ഈ പ്രതിപക്ഷം ഇപ്പോൾ നീക്കം ആരംഭിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി ഇപ്പോൾ പാർലമെന്റിന്റെ കവാടത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ധർണ നടക്കുകയാണ്. SIR ഉയർത്തിയും ഒപ്പം തന്നെ വോട്ട് കൊള്ള വിഷയം ഉയർത്തിയാണ് പ്രതിപക്ഷം പാർലമെന്റ് കവാടത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തുന്നത്. അല്പസമയത്തിനകം പാർലമെന്റിന്റെ ഇരുസഭകളിലും വലിയ പ്രതിഷേധം ഉയർത്താനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. SIR വിഷയത്തിലും വോട്ട് കൊള്ള വിഷയത്തിലും അടിയന്തര പ്രമേയ നോട്ടീസ് പാർലമെന്റിന്റെ ഇരുസഭകളിലും നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് ഇന്നും പാർലമെന്റിന്റെ നടുത്തളത്തിൽ ഇറങ്ങി വലിയ പ്രതിഷേധം ഉയർത്താൻ പ്രതിപക്ഷം ഈ ഒരു ഇംപീച്ച്മെന്റ് പ്രമേയത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പിയാസിന് നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ നീക്കത്തിലേക്ക് ഇന്ത്യ സഖ്യം നീങ്ങുകയാണ്. വാർത്തയിലേക്ക് വിശദമായ അടുത്ത ഘട്ടത്തിൽ വരാം.